പി.കെ. ശശിക്കെതിരെ പാർട്ടി നേരത്തെ തന്നെ കർശന നടപടിയെടുക്കണമായിരുന്നുവെന്ന് CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ശശിക്കെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ജില്ലയിൽ വിഭാഗീയത ഉണ്ടാവുമായിരുന്നില്ല. N. കൃഷ്ണദാസ് സ്വയം തിരുത്തി മുതിർന്ന നേതാവിന്റെ പക്വത കാണിക്കണമെന്നും വിമർശനം. കൃഷി പോലുള്ള പ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് നൽകുന്നതിൽ പാർട്ടിക്ക് പുനർചിന്ത വേണമെന്നും പ്രതിനിധികൾ പറയുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഏറ്റവും പ്രധാനം പി.കെ. ശശിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നത്. നേരത്തെ തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നുള്ളതാണ്. മറ്റെന്തൊക്കെ? തീർച്ചയായിട്ടും CPM ജില്ലാ സമ്മേളനം രണ്ടാം ദിവസത്തിലേക്കും കടക്കുകയാണെന്ന് ഈ സാഹചര്യത്തിൽ ഇന്നും ചർച്ച പുരോഗമിക്കും. ഏതായാലും ഈ പി.കെ. ശശിക്കെതിരെ നടപടി വൈകി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ വിമർശനമായിട്ട് പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്നത്. ശശിക്കെതിരെ പാർട്ടി നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ജില്ലയിൽ വിഭാഗീയത ഉണ്ടാവില്ലായിരുന്നു എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ N. കൃഷ്ണദാസ് സ്വയം തിരുത്തി മുതിർന്ന നേതാവിന്റെ പക്വത കാണിക്കണമെന്ന വിമർശനവും ഉയരുകയുണ്ടായി എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ഈ നെല്ലിന്റെ സംഭരണ വിലയുമായി ബന്ധപ്പെട്ട കർഷകർക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് സർക്കാർ ഇടപെടണം എന്നും പറയുകയുണ്ടായി. ചർച്ചയിൽ ഓരോരുത്തരും ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ കൃഷി പോലുള്ള പ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് നൽകുന്നതിൽ പാർട്ടി പുനർചിന്ത നടത്തണമെന്നും സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു. ഈ പൊതു ചർച്ചയ്ക്കിടെയാണ് സമ്മേളന പ്രതിനിധികൾ ഇത്തരം വിമർശനം ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ശശിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. ശശിക്കെതിരെ വലിയ രീതിയിൽ പാർട്ടി ഘടകങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നു. ഒപ്പം തന്നെ നേതാക്കൾ പരാതിയുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നേതാക്കൾ പരാതിയുമായിട്ടും മറ്റുമൊക്കെ രംഗത്ത് വന്ന ശേഷം അതിൽ ഏറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നടപടിയിലേക്കും മറ്റുമൊക്കെ കടന്നത്. ഇതൊക്കെ പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയ്ക്ക് വഴിവെച്ചു എന്നുള്ള ഒരു വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്. ഏതായാലും പി.കെ. ശശി KTDC ചെയർമാനായിട്ട് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടെ ശശിയിൽ നിന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും മറ്റുമൊക്കെ ഉയർന്നതാണ്. ഇനി സമ്മേളനത്തിലും സമാന രീതിയിൽ ശശിക്ക് KTDC ചെയർമാൻ സ്ഥാനം നൽകുന്നതിൽ അതിൽ സർക്കാർ ഒരു ചിന്തിക്കണം, അല്ലെങ്കിൽ അത് മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിനിധികൾ ഇനി ഇന്നത്തെ ചർച്ചയിലും ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ശരിയായിരുന്നു.